عن حماد رحمه الله قال كنت أسائل إبراهيم عن الشيء ഇബ്രാഹിം നഖഈ ആയിരിക്കും, അദ്ദേഹത്തോട് ഞാൻ പല മസലകളും ചോദിക്കാറുണ്ട്. ഫയഅരിഫു ഫീ വജ്ഹി അന്നി ലം അഫ്ഹം ഫയുഈദുഹു ഹത്താ അഫ്ഹം. അങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്റെ മുഖത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല എന്നൊരു ഭാവം കണ്ടാൽ അദ്ദേഹം അത് ആവർത്തിക്കുമായിരുന്നു, എനിക്ക് മനസ്സിലാകുന്നത് വരെ. ഒരു ആലിമിന്റെ അദബാണ്, ദീൻ പഠിപ്പിക്കുന്ന ഒരാളുടെ അദബാണ്. നമ്മളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യവും 3 പ്രാവശ്യം ആവർത്തിക്കാറുണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകളെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ നമുക്ക് കിട്ടാത്തത്? ഒരു ഹദീസിലും ഇല്ലല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജുമാ ഖുത്ബ പൂർണ്ണ രൂപത്തിൽ. അപ്പൊ അതിന് ഒരു കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ ഖുർആനായിരുന്നു, ഖുർആന്റെ ഓരോ സൂറത്തുകൾ ഓതുക, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക ഖുത്ബയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റേതായ ഒരു ഖുത്ബ ഹദീസിൽ അസറുകളിലെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ ആയത്തുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയും ഇതുപോലെ ആയിരിക്കും എന്നാണ് ഒരു കാരണമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുമായിരുന്നു, ഒരേ വാചകം തന്നെ 2-3 പ്രാവശ്യം ആവർത്തിക്കും. അപ്പോൾ വളരെ കുറച്ച് വാചകങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഖുത്ബയിൽ. അപ്പൊ ആവർത്തിച്ച് പറയുക എന്നുള്ളത് അത് നമ്മുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന ആളോടുള്ള നമ്മുടെ മര്യാദയാണ്. നമ്മുടെ അറിവ് എത്രയാണെങ്കിലും അതിനനുസരിച്ച് നമുക്കാൾ അറിവ് കുറഞ്ഞ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് അവർക്ക് മനസ്സിലാകുന്നത് വരെ പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദ് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്നു മസ്ഊദിന്റെ കൈ പിടിച്ച് അദ്ദേഹം പറയാണ്, എന്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകൾക്കും ഇടയിലായിരുന്നു. അപ്പൊ പഠിക്കാൻ വരുന്ന ആളെ വളരെയധികം അടുപ്പിച്ചുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ തശഹ്ഹുദ് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു, അത് തിരിച്ചിങ്ങോട്ട് കേട്ടു, അങ്ങനെ തെറ്റിത്തിരുത്തി അത് ഹിഫ്ലാക്കിപ്പിച്ചു. അപ്പൊ ഇത് പഠിപ്പിക്കുന്നതിന്റെ മര്യാദയാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ശിഷ്യനായ റബീ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഇമാം ഷാഫി ഒരു മസല പറയും, എനിക്കത് മനസ്സിലാവുകയില്ല, അങ്ങനെ അദ്ദേഹം 60 പ്രാവശ്യം ആവർത്തിക്കും ചിലപ്പോൾ. അപ്പൊ അതോടുകൂടി പഠിക്കാൻ വരുന്നവരോട് ഇത്രയും താഴ്മയോടെ, ശ്രദ്ധയോടെ, പരിഗണനയോടെ പഠിപ്പിക്കുകയും വേണം. അതുമില്ലാത്ത ആളുകളെ പഠിപ്പിക്കാനും പാടില്ല.